ഈ 2026 ഒരു സേഫ് അല്ലാത്ത കാറാണോ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്? സേഫ്റ്റി അളക്കുന്നതിനായി നമ്മുടെ ഭാരതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊരു ക്രാഷ് ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഭാരത് എൻകാപ്പ്. ഈ ഭാരത് എൻകാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം യൂറോ എൻകാപ്പിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് 2026 ഒന്നുകൂടെ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല ഒരു ക്രാഷ് ടെസ്റ്റ് സംവിധാനം നമുക്കുണ്ട്. അതിൽ ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇപ്പോൾ എത്തുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഭാരത് എൻകാപ്പ് ടെസ്റ്റിൽ അഞ്ചിനും മഹീന്ദ്രയുടെ XUV7X ഒക്കെ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഭാരത് എൻകാപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഭാരത് എൻകാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് ഈ ഭാരത് എൻകാപ്പിൽ ടെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്, എങ്ങനെയാണ് പോയിന്റുകൾ കിട്ടിയിട്ട് അത് 5 സ്റ്റാർ റേറ്റിംഗ് 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആവുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്നതിനായിട്ട് ഓരോ വാഹനവും ഇടിച്ച് പരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന യാത്രക്കാർക്ക് ശരീരത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നത്. പ്രധാനമായിട്ടും യാത്രക്കാരെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അഡൽട്ട് ഒക്യുപ്പൻസും രണ്ടാമത്തത് ചൈൽഡ് ഒക്യുപ്പൻറ്റും. അഡൽറ്റിന് വേണ്ടിയിട്ടുള്ളത് അഡൽട്ട് ഒക്യുപ്മെന്റ് പ്രൊട്ടക്ഷൻ, ചൈൽഡിന് വേണ്ടിയിട്ടുള്ളത് ചൈൽഡ് ഒക്യുപ്മെന്റ് പ്രൊട്ടക്ഷൻ. ഈ അഡൽട്ട് ഒക്യുപ്പന്റിന് വേണ്ടിയിട്ട് 32 പോയിന്റുകളാണുള്ളത്. ഈ 32 പോയിന്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഫ്രണ്ടൽ ഓഫ്സെറ്റ് ടെസ്റ്റ്. ഫ്രണ്ടൽ ഓഫ്സെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ റോഡുകളിലൂടെ വാഹനം പോകുന്ന സമയത്ത് ഈ വാഹനങ്ങൾ തമ്മിൽ ഇടിക്കുന്നത് എപ്പോഴും അത് നേർക്ക് നേറായിരിക്കില്ല ഇടിക്കുക. അതിൻ്റെ ഒരു പകുതിയുടെ അപ്പുറത്തേക്കുള്ള ഭാഗം ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അതായിട്ട് ഇടിക്കുകയുണ്ടാവുക. നമ്മുടെ ഇന്ത്യയിലെ റോഡുകൾ എങ്ങനെയായിരിക്കും? ഇടതുവശത്ത് കൂടെയാണ് വാഹനം ഓടിക്കുക. അപ്പോൾ ഒരു വാഹനം ഇടതുവശത്ത് കൂടെ അങ്ങോട്ട് പോകും, മറ്റത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടതുവശത്ത് കൂടെ വരും. ഇത് രണ്ടും വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റിന്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സൈഡ് ആയിരിക്കും ആക്സിഡന്റിന് ഒരു ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഡ്രൈവർ സൈഡ് എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ഫ്രണ്ടിന്റെ പകുതിയുടെ വലതുവശത്തേക്ക് ഇങ്ങനെയല്ലേ ഇടിക്കുക. അതിന് ആ സമയത്ത് ഉണ്ടാകുന്ന ആഘാതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടൽ ഓഫ്സെറ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഇത് 64 km/h സ്പീഡിലാണ് നടത്തുക. അതായത് ഈ കാറിനെ 64 km/h സ്പീഡിൽ ഓടിച്ചിട്ട് എന്ത് ചെയ്യും? നേരെ ഒരു നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡിയിലേക്ക് ഇടിപ്പിക്കും. ആ ഇടിപ്പിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള വലിയ മുതിർന്ന യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ആഘാതമാണ് പരിശോധിക്കുക. ഈ മുതിർന്ന യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ആഘാതം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ യാത്രക്കാരെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമാണോ? യാത്രക്കാരെ ഇരുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യാത്രക്കാർക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള ആളുകളെ ഇരുത്തി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അതിനു വേണ്ടിയിട്ട് അതിൽ ഇരുത്തുന്നത് ആന്ത്രോപോമോർഫിക് എന്ന് പറയും. അതായത് മനുഷ്യ ശരീരത്തിനോട് അതേപോലെ സാമ്യതയുള്ള ഡമ്മികളെയാണ് ഇരുത്തുക. ഈ ഡമ്മികളെ ഇരുത്തിയാലും പോരാ, എന്ത് ചെയ്യണം? അതിലുണ്ടാകുന്ന ആഘാതങ്ങൾ നമുക്ക് മനസ്സിലാവണ്ടേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഡമ്മിയുടെ തല, കഴുത്ത്, ചെസ്റ്റ്, ഇടുപ്പല്ല്, അതുപോലെ കാലുകൾ, ഇതിന്റെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ടാവും? സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ വാഹനം പോയിട്ട് ഒരു ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫ്രണ്ടൽ ഓഫ്സെറ്റ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അത് ഇടിക്കുമല്ലോ. ഇടിക്കുന്ന സമയത്ത് ഈ ഉള്ളിലുള്ള ഡമ്മിയുടെ ഈ പറഞ്ഞ ഓരോ ശരീരഭാഗത്തും ഉണ്ടാകുന്ന ആഘാതങ്ങൾ ഈ സെൻസറുകൾ മെഷർ ചെയ്യും. അങ്ങനെ ഈ സെൻസറുകൾ മെഷർ ചെയ്യുന്ന അവിടുത്തെ മെഷർമെന്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആഘാതത്തിന്റെ അളവ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം അതിന് പരിക്ക് പറ്റാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഫ്രണ്ടൽ ഓഫ്സെറ്റ് ടെസ്റ്റ്. ഇതിന് 16 പോയിന്റ് ആണുള്ളത്. ഇനി അടുത്തതാണ് സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ്. സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ വാഹനത്തിന് സൈഡിൽ നിന്നൊരു വണ്ടി വന്നിടിക്കാൻ ഒരു സാധ്യത ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ വാഹനത്തിനുള്ളിലുള്ള യാത്രക്കാർക്ക് പറ്റുന്ന പരിക്കളക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് ഇമ്പാക്ട് ടെസ്റ്റ് നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്നും എന്ത് ചെയ്യും? ഒരു ട്രോളി വരും. അതിൻ്റെ ഏകദേശം ഒരു ടണ്ണോളം വെയിറ്റ് ഉള്ള ഒരു ട്രോളി ആയിരിക്കും വരിക, അറൗണ്ട് 1 ടൺ. എന്നിട്ട് അത് നേരെ ഒരു 50 km/h സ്പീഡിലാണ് വരിക. അത്രയും സ്പീഡിൽ വന്നിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വലതുവശത്തോ ഇടതുവശത്തോ വന്നിട്ട് ഇടിക്കുകയാണ് ചെയ്യുക. അതും ഫ്രണ്ടിലല്ല ഇടിക്കുക, നമ്മുടെ ക്യാബിനിൽ പാസഞ്ചർ ഷെല്ലുണ്ടല്ലോ, അത് ആ ക്യാബിനിന്റെ ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഇടിക്കും. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആളുകൾക്കുള്ള നേരത്തെ കണ്ട രീതിയിൽ തന്നെ എന്ത് ചെയ്യും? ഉണ്ടാകുന്ന ആഘാതം സെൻസർ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കും. എന്നിട്ട് അതിനെ പഠിക്കും എത്രത്തോളം ഇത് മനുഷ്യന്മാർക്ക്, അതിലുള്ള ആളുകൾക്ക്, അഡൽറ്റിന് അപകടം വരുത്തും എന്നുള്ളത്.
അതിനും 16 പോയിന്റ് ആണുള്ളത്. അങ്ങനെ അഡൽട്ട് എക്യുപ്മെന്റ് ടെസ്റ്റിന് ഫ്രണ്ടൽ ഓഫ്സെറ്റ് ടെസ്റ്റും സൈഡ് ഇമ്പാക്ട് ടെസ്റ്റും കൂടെ രണ്ടും കൂടെ എത്ര പോയിന്റ് ആയി? 32 പോയിന്റ് ആയി. ഈ 32 പോയിന്റിൽ 27 പോയിന്റ് ഒരു വാഹനത്തിന് കിട്ടിയാൽ അത് ഓക്കെ ആണ്. അത് 5 സ്റ്റാർ സേഫ്റ്റിക്ക് അഡൽട്ട് എക്യുപ്മെന്റിന്റെ കാര്യത്തിൽ ഓക്കെ ആയി. ഇനി അടുത്തതാണ് ഏത്? ചൈൽഡ് എക്യുപ്മെന്റ് ടെസ്റ്റ്. കുട്ടികൾ ഉണ്ടാവുമല്ലോ വണ്ടിയിൽ. ഈ ചൈൽഡ് എക്യുപ്മെന്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിന് 49 പോയിന്റുകളാണുള്ളത്. അത് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡൈനാമിക് ടെസ്റ്റ്. ഡൈനാമിക് ടെസ്റ്റിന് 24 പോയിന്റ് ആണുള്ളത്. അത് നോക്കുന്നത് ഈ അപകട സമയത്ത് കുട്ടികളുടെ നെഞ്ച്, തല ഇത് എത്രത്തോളം ചലനം സംഭവിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഈ ഡൈനാമിക് ടെസ്റ്റിൽ, നെഞ്ചിനും തലയ്ക്കും. രണ്ടാമത്തതാണ് CRS ഇൻസ്റ്റലേഷൻ. അതിന് 12 പോയിന്റ് ആണുള്ളത്. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കുട്ടികളുടെ സീറ്റ് ഉണ്ടല്ലോ, കുട്ടികൾക്കുള്ള സീറ്റ്, ചൈൽഡ് സീറ്റ്, അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് അതിൽ ഘടിപ്പിക്കാൻ സാധിക്കും, അതിന്റെ കാര്യക്ഷമത എത്ര ഉണ്ട്, ഇതൊക്കെയാണ് ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിൽ നോക്കുന്നത്. അതിന് 12 പോയിന്റ് ആണുള്ളത്. അപകടം നടക്കുന്ന സമയത്ത് ഈ സീറ്റിന്റെ ഫിക്സ് ചെയ്ത സീറ്റിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, അതിന്റെ ആ ഒരു ക്വാളിറ്റി അവിടെ ചെക്ക് ചെയ്യും. ചൈൽഡ് ഒക്യുപ്പന്റ് പ്രൊട്ടക്ഷനിൽ മൂന്നാമത്തത് വരുന്നത് വെഹിക്കിൾ അസസ്മെന്റ് ആണ്. അതിനും 12 പോയിന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഐസോഫിക്സ് സീറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ നമ്മൾ കുട്ടീനെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ നോക്കുക. അതിന് 12 പോയിന്റ് ആണുള്ളത്. ഇങ്ങനെ ഈ കുട്ടികളുടെ സേഫ്റ്റിയുടെ എല്ലാ കാര്യത്തിലും നമ്മൾ പറഞ്ഞു 49 പോയിന്റ് ആണുള്ളത്. ഈ 49 പോയിന്റിൽ ഒരു വണ്ടിക്ക് 5 സ്റ്റാർ കിട്ടണമെന്നുണ്ടെങ്കിൽ 41 പോയിന്റ് ആ വാഹനം സ്കോർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അത് 5 സ്റ്റാറിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു അഡൽട്ട് എക്യുപ്മെന്റ് ടെസ്റ്റിൽ 32 മിനിമം 27 പോയിന്റ് വേണം. ചൈൽഡ് ഒക്യുപ്പന്റ് ടെസ്റ്റിൽ 49 മിനിമം 41 പോയിന്റ് കിട്ടണം. എന്നാൽ മാത്രമേ ആ വാഹനം 5 സ്റ്റാർ സേഫ്റ്റിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇത് ഓരോ ഭാഗത്തും വരുത്തുന്ന ആഘാതം നമുക്ക് ഓരോ കളറായിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ലാസ്റ്റ് നോക്കാം, അതെന്താണെന്നുള്ളത് അവസാനം നോക്കാം. അതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത് 2023 ഈ ഭാരത് എൻക്യാപ്പ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ 2026 അത് സ്റ്റേജ് 2 ആയി, ഭാരത് എൻക്യാപ്പ് 2 ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടെ അപ്ഡേഷൻ വന്നു. അതുപോലെ ഈ നമ്മളെ അഡൽട്ട് എക്യുപ്മെന്റിൽ 32 27 പോയിന്റ് കിട്ടിയാൽ 5 സ്റ്റാറിലേക്ക് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചൈൽഡ് എക്യുപ്മെന്റിൽ 49 41 പോയിന്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഇനി അത് മാത്രം പോരാ. ഈ വാഹനത്തിൽ ഉള്ളിലുള്ള ആളുകൾ മാത്രം ഇങ്ങനെ സുരക്ഷിതമായാൽ പോരാ, അതിന്റെ കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ വേണം. 2026 ഈ സ്റ്റേജ് 2 സമയത്ത് നമ്മളിപ്പോ ഈ പറഞ്ഞ അഡൽട്ട് എക്യുപ്മെന്റ്, ചൈൽഡ് എക്യുപ്മെന്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ കൂടെ ആകെ 55% മാത്രമാണ് പോയിന്റുകൾ 55% മാത്രമാണ് കണക്കാക്കുന്നത്. ബാക്കിയുള്ള പെർസെൻറ്റേജ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിൽ 20% വരുന്നത് വൾണറബിൾ റോഡ് യൂസർ, അതായത് റോഡിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർ. റോഡിലൂടെ ആളുകൾ നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, വാഹനം അവരെ പോയി ഇടിക്കാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ആയിരിക്കും പോയിട്ട് ഇടിക്കുക, അല്ലാതെ സൈഡ് ആവില്ലല്ലോ ഒരിക്കലും ഇടിക്കാനുള്ള സാധ്യത. ഈ ഫ്രണ്ട് ഇടിക്കുന്ന സമയത്ത് ആ ഒരു കാൽനട യാത്രക്കാരന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗത്ത് കാലിലായിരിക്കും ബമ്പർ പോയിട്ട് ഹിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം ബമ്പറിൽ ഹിറ്റ് ചെയ്യും. പിന്നെ നേരെ എന്ത് ചെയ്യും, നേരെ തെറിച്ചിട്ട് അല്ലെങ്കിൽ വളഞ്ഞിട്ട് എന്ത് ചെയ്യും, ബോഡി അല്ലെങ്കിൽ തല ബോണറ്റിലേക്ക് വന്നിടിക്കും. ഈ സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന പരിക്ക് കൂടെ അളക്കുന്നുണ്ട്. അങ്ങനെ ഈ ബോണറ്റിന്റെ മുകളിലൊക്കെ എന്തായിരിക്കണം, കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം. ബോണറ്റ് നല്ല കല്ല് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അപകടം, പരിക്ക് കൂടും. അതുപോലെ ബമ്പർ എന്തായിരിക്കണം, കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം ഒരു വ്യക്തിയെ തട്ടുന്ന സമയത്ത്. നമ്മൾ പലപ്പോഴും ഇപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പഞ്ചൊക്കെ 5 സ്റ്റാർ റേറ്റഡ് വാഹനമാണ്. അതിന്റെ ബോഡി ഷെല്ലൊക്കെ ഈ മറ്റേ ഡോറിന്റെ ഭാഗം അതുപോലെ തന്നെ ബോണറ്റിന്റെ അവിടെയൊക്കെ അങ്ങനെ തട്ടിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഉള്ളോട്ട് പോകുന്നത് കാണാം. എന്നിട്ട് ഇങ്ങനെ പല രീതിയിൽ പല കമന്റുകളും കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു വാഹനത്തിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ പുറത്തിരിക്കുന്ന ആ ഷീറ്റ് അല്ല, അതിന്റെ ഫ്രെയിമാണത്. ആ ഷീറ്റിന്റെ കനം കൂടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഫ്രെയിം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെല്ല്, അതുപോലെ ആ ഫ്രെയിം, അതൊക്കെയാണ് അതിന്റെ സേഫ്റ്റിയുടെ ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ബോണറ്റിന്റെ ഈ ബോണറ്റ് അതുപോലെ ബമ്പറൊക്കെ കുറച്ച് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ കാൽനട യാത്രക്കാർക്ക് സേഫ് ആവുള്ളൂ, സേഫ്റ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് അതുകൂടെ നമ്മളെ ഭാരത് എൻക്യാപ്പിന്റെ സ്റ്റേജ് 2 പരിഗണിക്കുന്നുണ്ട്. അതിന് 20% അതിനാണ് പോയിന്റുകൾ നൽകുന്നത്. പിന്നെ വരുന്നതാണ് ആക്സിഡന്റ് അവോയ്ഡൻസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, വണ്ടി സ്ലിപ്പായിട്ട് പോയിട്ടൊക്കെ അല്ലെ സ്കിഡായി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ.
അതിന് 10% നൽകുന്നത്. അതിൽ ഒന്നാമത്തെ നമുക്ക് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എല്ലാ വാഹനത്തിനും നിർബന്ധമായിരിക്കണം. അതില്ലെങ്കിൽ 5 സ്റ്റാറിലേക്ക് പരിഗണിക്കുകയല്ല. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ നിർബന്ധമായിട്ടും വേണം. അതുപോലെ അഡാസിന്റെ ഫീച്ചർ, അഡാസിന്റെ ലെവലുകൾക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അഡാസ് ലെവൽ ഫീച്ചറുകൾ കൂടി എന്ത് ചെയ്യും, ഈ ഒരു 10% പോയിന്റിലേക്ക് പരിഗണിക്കും. അടുത്തതാണ് സേഫ് ഡ്രൈവിംഗ്. സേഫ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതിന് 10% സുരക്ഷിതമായിട്ടുള്ള ഡ്രൈവിംഗ്. അപ്പോൾ ഒരു ഡ്രൈവർ ഓടിക്കുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് എങ്ങനെ ഓടിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിലൊന്നാണ് സീറ്റ് ബെൽറ്റിന്റെ റിമൈൻഡർ. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വണ്ടി എന്ത് ചെയ്യും, ഒച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു അരോചകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ഈ വ്യക്തി എന്ത് ചെയ്യും, ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കും. അതൊരു സേഫ് ഡ്രൈവിംഗിനുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തതാണ് ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ നോക്കാൻ നമ്മൾ അഡാസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ക്യാമറ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിന്റെ ചലനങ്ങളൊക്കെ നോക്കിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികളൊപ്പം വണ്ടിയിൽ എന്ത് ചെയ്യും, കമാൻഡായിട്ടോ അല്ലെങ്കിൽ വോയിസോ ബീപ്പോ ഒക്കെ ആയിട്ട് വരും. ഇതിനൊക്കെ പോയിന്റുകൾ 10% വരെ പോയിന്റുകൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5% മാറ്റി വെച്ചത് പോസ്റ്റ് ക്രാഷ് സേഫ്റ്റി. പോസ്റ്റ് ക്രാഷ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു ആക്സിഡന്റ് പറ്റി, ഈ ആക്സിഡന്റ് പറ്റിയാൽ നമ്മൾ പറഞ്ഞ ചൈൽഡ് ഒക്യുപ്പന്റിലും അഡൽട്ട് ഒക്യുപ്പന്റ് പ്രൊട്ടക്ഷനിലും എല്ലാം വണ്ടി സേഫ് ആണ്. പക്ഷെ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ വീണ്ടും വരാറുണ്ട്. ഇപ്പോഴൊക്കെ കാണാറുണ്ട്, വണ്ടി കത്താനുള്ള സാധ്യത ഉണ്ട്. അതൊക്കെ ഒരു പ്രശ്നമല്ലേ? അതുകൊണ്ട് അതൊരു കാര്യം നോക്കും. അതുപോലെ തന്നെ ഈ അപകടത്തിന് ശേഷം വാതിൽ ലോക്കായി പോകാനൊന്നും പാടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വാതിൽ എന്ത് ചെയ്യണം, അപകടം നടന്ന് എന്ത് തന്നെയായാലും ഡോർ ഈസി ആയിട്ട് തുറക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഈ ഉള്ളിലുള്ള ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ? അതിന് വരെ പോയിന്റുകൾ നമ്മുടെ ഈ പുതിയ സ്റ്റേജ് 2 വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ആംബുലൻസിലേക്ക് മെസ്സേജ് പോവുക, എമർജൻസി മെസ്സേജ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. ഇങ്ങനെ ഇതെല്ലാം നോക്കുന്ന സമയത്ത് 100-ൽ 80 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വാഹനം ഒരു 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് പോകുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അതിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കില്ല. ഈ സ്റ്റേജ് 2 വന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റാണ് സൈഡ് പോൾ ടെസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. സൈഡ് പോൾ ടെസ്റ്റ്, അതായത് കർട്ടൻ എയർ ബാഗുകൾ നിർബന്ധമാണ്. 5 സ്റ്റാർ സേഫ്റ്റിക്ക് കർട്ടൻ എയർ ബാഗുകൾ കൂടി നിർബന്ധമാക്കിയിട്ടുണ്ട്. കർട്ടൻ എയർ ബാഗിന്റെ ആവശ്യം തന്നെ അതിനാണ് സൈഡ് പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. സൈഡ് പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഹനം ഒരു 29 കിലോ, ഇതിൽ സെറ്റ് പറയുന്ന സ്പീഡ് എത്രയാണ്, ഒരു 29 km/h സ്പീഡിൽ വണ്ടി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യും, ചെരിഞ്ഞു പോകുമ്പോൾ അത്ര സ്പീഡിലൊക്കെ പോവുള്ളൂ. വണ്ടി ചിലപ്പോൾ നമ്മൾ സ്കിഡ് ആയിട്ടൊക്കെ പോകുമല്ലോ, വളവ് വളയ്ക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ പോയിട്ട് ഒരു പോസ്റ്റിലേക്ക് സൈഡ് പോയിട്ട് തട്ടും. ഈ തട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് നോക്കുന്നത് ഈ സൈഡ് പോൾ ടെസ്റ്റിൽ. അത് സേഫ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കർട്ടൻ എയർ ബാഗുകൾ വേണം. അതുകൊണ്ടാണ് കർട്ടൻ എയർ ബാഗുകൾ കൂടി നിർബന്ധമായിട്ടുണ്ട്. അതില്ലെങ്കിലും ഇപ്പോൾ 5 സ്റ്റാർ സേഫ്റ്റി ലഭിക്കില്ല. ഈ സ്റ്റാർ റേറ്റിംഗിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ 5 സ്റ്റാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 5 സ്റ്റാർ നമ്മൾ പറഞ്ഞു 32-ൽ നേരത്തെ പറഞ്ഞ അഡൽട്ട് ഒക്യുപ്പന്റിൽ 32-ൽ 27 പോയിന്റ്, ചൈൽഡ് ഒക്യുപ്പന്റ് ടെസ്റ്റിൽ 49-ൽ 41 പോയിന്റ്. അതാണ് 5 സ്റ്റാറിന്റെ ഒരു കാര്യം. ഇനി 4 സ്റ്റാർ ആണെന്നുണ്ടെങ്കിലോ, അഡൽട്ടിന് 32-ൽ 22 പോയിന്റും ചൈൽഡിന് 35 പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ ആ വാഹനം 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. 3 സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ 32-ൽ 16 പകുതിയും, അതുപോലെ തന്നെ ചൈൽഡിന് 49-ൽ 27 പോയിന്റും ആണെന്നുണ്ടെങ്കിൽ ആ വാഹനം 3 സ്റ്റാർ റേറ്റിംഗിലേക്ക് മാറും. ഇനി 32-ൽ 10, അഡൽട്ടിന് 32-ൽ 10ഉം ചൈൽഡിന് 49-ൽ 18ഉം ആണെന്നുണ്ടെങ്കിൽ അത് 2 സ്റ്റാർ റേറ്റിംഗിലേക്ക് മാറും. അഡൽട്ടിന് 4 പോയിന്റും ചൈൽഡിന് 9 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ സ്റ്റാറിൽ ഒരു വാഹനമായിട്ട് മാറും. ഇനി നമ്മൾ ഇമ്പാക്ട് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കളർ കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഈ പോയിന്റിൽ ഗ്രീൻ പോയിന്റ് കാണിക്കുന്നത് ഗുഡ് എന്നാണ്, അതായത് യാതൊരു പ്രശ്നമില്ല, പരിക്കില്ല എന്നുള്ളൊരവസ്ഥ, അപകടത്തിൽ മാരകമായ പരിക്കുകളൊന്നും ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ മുഴുവൻ പോയിന്റും എന്ത് ചെയ്യും, ആ ഒരു ഗ്രീൻ കളറാണ് വന്നതെങ്കിൽ അവിടെ മുഴുവൻ പോയിന്റും ലഭിക്കും. ഇനി യെല്ലോ കളറുള്ള ഭാഗമാണ്, അല്ലെങ്കിൽ യെല്ലോ കളറാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ വന്നത് ഈ സ്ഥലത്തെങ്കിൽ അവിടെ കുറച്ച് പരിക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ പോയിന്റുകൾ കുറയും. ഇനി ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യമായ പരിക്കുകളുണ്ട്, അതുകൊണ്ട് സുരക്ഷ കുറവാണ്. ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ എന്താ, വളരെ വീക്കാണ്, തീരെ സുരക്ഷ ഇല്ല, അത് ഒരു ഗുരുതരമായ പരിക്കിലേക്ക് പോവാം. ഇനി റെഡ് കളർ ആണെങ്കിലോ, അത് ജീവന് തന്നെ ഭീഷണിയാണ്, അത് 0 സ്റ്റാർ എന്നുള്ളതിലേക്കാണ് പോവുക, അത് ജീവന് തന്നെ ഭീഷണിയാണ്. പുതിയ നിയമപ്രകാരം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു റെഡ് കളർ വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിന് ഒരിക്കലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടില്ല.
ഇനി നമ്മൾ വാഹനത്തിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 32 പോയിന്റും നേടിയിട്ടാണ് നമ്മുടെ ടാറ്റ ഹാരിയർ 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുള്ളത്. ഇനി പുതിയ നമ്മൾ സ്റ്റേജ് 2 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുള്ള പുതിയൊരു വാഹനമാണ്, അതാണ് വിൻഫാസ്റ്റ് VF7. 2026 നമ്മൾ സ്റ്റേജ് 2 ടെസ്റ്റ് ചെയ്തു, 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാരുതിയുടെ ഈ വിറ്റാരയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 2026 സ്റ്റേജ് 2 ടെസ്റ്റ് ചെയ്തിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട്. നിങ്ങളൊരു വാഹനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഭാരത് എൻക്യാപ്പ് വളരെ സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. ഇപ്പം ഈ സ്റ്റേജ് 2 കൂടെ ആയതോടുകൂടി നല്ല സ്റ്റാൻഡേർഡിലാണ് വന്നത്, യൂറോ സ്റ്റാൻഡേർഡ് ലെവലിലേക്കാണ് പോകുന്നത്. ആ ടെസ്റ്റുകളൊക്കെ നോക്കുക. അത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, കർട്ടൺ എയർ ബാഗ്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇത് ഭാരത് എൻക്യാപ്പിന്റെ കാര്യമാണ്. ഇനി ഗ്ലോബൽ എൻക്യാപ്പ്, യൂറോ എൻക്യാപ്പ് ഒക്കെ വേറെ ഉണ്ട്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്